ഇന്നലെ വൈകിട്ട് 6 മണിയോട് കൂടിയാണ് ആബേലിനെ കാണാതാകുന്നത്. 6 വയസ്സുള്ള കുട്ടി എവിടെ പോയി എന്നുള്ള കാര്യം ആർക്കും തന്നെ മനസ്സിലായില്ല. തുടർന്നുള്ള അന്വേഷണത്തിലാണ് വീട്ടിൻ്റെ 100 മീറ്റർ അകലെയുള്ള കുളത്തിൽ നിന്നും മരിച്ച നിലയിൽ ആബേലിനെ കിട്ടുന്നത്. ആബേലിനെ കാണാതായതിനു ശേഷം 3 മണിക്കൂറോളം പോലീസ് അന്വേഷണം നടത്തിയിട്ടും കണ്ടെത്താനായില്ല. പോലീസിൻ്റെ കൂടെ ആബേലിൻ്റെ അയൽവാസിയായ ജോജോയും തിരച്ചിലിനായി ഉണ്ടായിരുന്നു. തിരച്ചിൽ നടത്തുമ്പോൾ ജോജോയും ഒപ്പം കൂടി. പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് ജോജോയെ പോലീസ് ചോദ്യം ചെയ്തത്. തുടർന്നാണ് ജോജോ കുട്ടിക്ക് സംഭവിച്ച ആ ദാരുണമായ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. ഇയാൾ മുമ്പ് മോഷണക്കേസിലും പ്രതി കൂടിയാണ്. ജോജോ കുട്ടിയെ ഇയാൾ പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് വിധേയമാക്കാൻ ശ്രമിച്ചിരുന്നെന്നും കുഞ്ഞ് ചെറുത്തപ്പോൾ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നെന്നും പ്രതി പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആബേലിനെ ജോജോ ഒറ്റയ്ക്ക് വിളിക്കുകയും കാര്യം പറയുകയും ചെയ്തപ്പോൾ അമ്മയോട് പറയുമെന്ന് പറഞ്ഞ് ആബേൽ നിഷേധിച്ചു. തുടർന്ന് CCTV പരിശോധിച്ചപ്പോഴാണ് ആബേൽ ജോജോയെ ഓടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും കിട്ടിയത്. അങ്ങനെ അവർ ചെന്നുപെട്ടത് ആ കുളത്തിന് അരികിലായിരുന്നു. അവിടെ നിന്ന് അമ്മയോട് പറയും അല്ലേ എന്ന് പറഞ്ഞ് വായ പൊത്തിപ്പിടിച്ച് കുളത്തിലേക്ക് തള്ളുകയായിരുന്നു ഈ നീചനായ ജോജോ എന്ന യുവാവ്. 20 വയസ്സ് മാത്രമുള്ള ഇയാൾ മുമ്പും മോഷണക്കേസിൽ പ്രതി കൂടിയാണ്. കുട്ടിയെ കാണാതായി കണ്ടെത്തുന്നത് വരെ 3 മണിക്കൂറോളം പോലീസിൻ്റെ കൂടെ ഇയാൾ ഉണ്ടായിരുന്നു. തുടർന്നുണ്ടായ ഇയാളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് പോലീസിന് സംശയമുണ്ടായതും ഇയാളെ ചോദ്യം ചെയ്യുന്നതും. പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ജോജോ ആബേൽ കുളത്തിലുണ്ടെന്ന് പോലീസിനോട് തന്നെ പറയുകയായിരുന്നു. ആബേലിൻ്റെ വീട്ടിൽ നിന്നും 100 മീറ്റർ അകലെയാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. കുളത്തിൻ്റെ കരയിലിരുന്ന് ചൂണ്ടയിടുകയായിരുന്നു ജോജോ. കുട്ടിയെ കാണാതായതിന് പിന്നാലെ നാട്ടുകാർ തിരച്ചിൽ നടത്തുമ്പോൾ പിന്നീട് ജോജോയും നാട്ടുകാരുടെ കൂടെ കൂടുകയായിരുന്നു. വെറും 6 വയസ്സുള്ള ഈ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാനായിരുന്നു 20 വയസ്സുകാരനായ ജോജോ ശ്രമിച്ചത്. ഇത് മനസ്സിലാക്കിയ കുട്ടി അത് നിരസിക്കുകയും ഞാൻ വീട്ടിൽ പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് കുളത്തിലേക്ക് തള്ളിയിട്ടതെന്നാണ് ജോജോ നൽകിയ മൊഴി. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ കുട്ടികളെല്ലാം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് വന്നിട്ട് ഈ കുട്ടിയെ അയാൾ വിളിച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്തോട്ട് പോയി. ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് കുട്ടിയോട് ഇയാൾ മിസ്ബിഹേവ് ചെയ്തു. കുട്ടിയെ അയാൾ മോശമായ രീതിയിൽ പെരുമാറി. മനസ്സിലായല്ലോ. കുട്ടി എതിർത്തു. കുട്ടി അമ്മയോട് പറയുമെന്ന് പറഞ്ഞു. അതാണ് നമുക്ക് മനസ്സിലായത്. അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാ ആയിക്കോട്ടെന്ന് പറഞ്ഞ് മുഖം പൊത്തിപ്പിടിച്ച് ബലമായിട്ട് പുഴയിലിട്ട് കൊന്നു എന്നുള്ളതാണ്, കുളത്തിലിട്ട് കൊന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായത്. ഒരു CCTV നമുക്ക് കണ്ട് ലാസ്റ്റ് ഈ കുട്ടിയും ഇയാളും കൂടെ നടന്നു പോകുന്ന കണ്ട ഒരു CCTV ഉണ്ട്. അങ്ങനെയാണ് ഇയാൾ ലാസ്റ്റ് ഉണ്ടായിരുന്നത് മനസ്സിലായി. ആ കുറ്റകൃത്യത്തിൽപ്പെട്ട് ബോർസ്റ്റൽ സ്കൂളിലേക്ക് കിടന്ന്. അപ്പോൾ അയാൾക്ക് അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. മരണം ഉറപ്പാക്കാൻ വേണ്ടിയാണ് അയാൾ സമ്മതിച്ചിട്ടുണ്ട്.